ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് റാമുട്ടനുമായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാവുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. റാമുട്ടൻ്റെ ഒരു നേച്ചർ, അവൻ വളരെ നേരത്തെ എണ്ണിക്കുന്നൊരു ക്യാരക്ടറാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചിലപ്പോൾ അവൻ എന്നോടൊപ്പം തന്നെ എണ്ണിക്കും. ചിലപ്പം കിടക്കുവാണെങ്കിൽ ഒരു മാക്സിമം പോവുകയാണെങ്കിൽ 7:30-8 മണിക്കുള്ളിൽ എന്തായാലും എണ്ണിട്ടേക്കും. അപ്പോൾ രാവിലെ അവൻ എണ്ണിട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടും കേട്ടോ. അന്നേരം എണ്ണിക്കാത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആൾ ചിലപ്പോൾ എണ്ണിക്കും, അല്ലെങ്കിൽ അതിന് മുന്നേ എണ്ണിക്കും. അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കുന്നത് ദോശയും കടലക്കറിയും ഒക്കെയാണ്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചപ്പോഴും അവിടെ വിളി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മേ എന്നിട്ട് വാ, ഇങ്ങോട്ട് എന്നിട്ട് വാ. ചിച്ചേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അവനെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്, അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതൊക്കെ. അപ്പം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ പുറകേന്നൊരു ഓട്ടം നടത്തണം. അതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാ നമുക്ക് ബ്രഷ് ചെയ്യാം. ബാ ബാ റാമേ, ബാ നമുക്ക് ബ്രഷ് ചെയ്യാം. ബാ ബാ, നല്ല മോനല്ലേ, ബ്രഷ് ചെയ്യണ്ടായോ? അങ്ങനെ ഒരു തരത്തിൽ ഞാനിന്ന് ബ്രഷ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഞാൻ എന്ത് പരിപാടി ചെയ്യുന്നു അതിനകത്ത് അവനും കൂടണം. അപ്പോൾ ഇപ്പം ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് കരുതിയപ്പോൾ അവനും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെയും നമ്മൾ ഈ കുട്ടികൾ എന്തെങ്കിലും വാശി പിടിക്കുമ്പോൾ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് ചെയ്യാമെങ്കിലുണ്ടല്ലോ അവർ കുറച്ചുകൂടെ അവർ ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർ കൂടുതൽ നിർബന്ധം പിടിക്കില്ല. അപ്പം അങ്ങനെ അമ്മമാർ, അതായത് കുഞ്ഞുങ്ങളുള്ള അമ്മമാരപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും കേട്ടോ. അവർ വാശി എന്തായാലും പിടിക്കും. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നമ്മളൂടെ വാശി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അലങ്കോലമാവും. അപ്പം അവർ ചെറിയ ചെറിയ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഇതുപോലെ അങ്ങ് നമ്മൾ നിറവേറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേണ്ട, അവൻ്റെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടോ. അവനാണെങ്കിൽ രാവിലെ കുറച്ച് നടക്കാനൊക്കെ അച്ഛയുടെ കൂടെ ഒക്കെ പോവും. അപ്പോൾ അതേ ആ കൂട്ടത്തിൽ അവൻ്റെ പീക്കോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട്. രാമുട്ടി, പീക്കോക്ക് എവിടെ? ബാ ബാ ബാ, മതി, പാപ്പം കഴിക്കാം. ബാ ബാ ബാ, നമുക്ക് പാപ്പം തിന്നാം. ബാ ബാ, ദോശയും കടലുണ്ട്. ബാ ബാ, അമ്മ തരട്ടെ? അമ്മ തരട്ടെ കുഞ്ഞിന്? കുഞ്ഞ് പിടങ്ങി വന്നിരിക്കുകയാണാ? ഇച്ചിരി കഴിക്ക്. അയ്യേ, വേണ്ട, ഇച്ചിരി കഴിച്ചേ. അയ്യോ, ബാ പാപ്പ തിന്നമ്മാ. പാപ്പ ദോശയും കടലയാവാ. പിന്നുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രായത്തിൽ അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഇവനാണെങ്കിൽ ഒട്ടും അടങ്ങിയിരിക്കുന്ന നേച്ചറല്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ അവൾക്ക് കളിക്കാൻ കൊടുത്താൽ കുറച്ച് അടങ്ങിയിരിക്കും കേട്ടോ.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളി കാര്യങ്ങളാണ്. അപ്പോൾ ഞാനങ്ങനെ ഓയിൽ മസാജ് അങ്ങനെ ചെയ്യാറില്ല അവന്, കാരണം അവന് സ്കിന്നിൽ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് എല്ലാ കുട്ടികൾക്കും അല്ല, ചില കുട്ടികളുടെ അത് ഡോക്ടേഴ്സ് അത് അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ പറയും. അപ്പോൾ ഇവനങ്ങനെ ഓയിൽ അത്ര പിടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ സെബാമെഡിൻ്റെ അതായത് ബോഡി ലോഷനും അതുപോലെ സോപ്പുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കുളിപ്പിച്ചിട്ട് ആളെ ഇനിയും ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്ന ഒരു വലിയ പണിയാണ്. അത് ഇന്ന് എന്തോ പറ്റിയെന്ന് അറിഞ്ഞുകൊണ്ട് അടങ്ങി കിടക്കുന്നു. അപ്പം അങ്ങനെ ക്രീമൊക്കെ തേച്ച് ആളെ റെഡിയാക്കി എടുക്കുകയാണ്. Very good. നമുക്കൊരു ഹഗ് തരുമോ? എങ്ങനെ ഹഗ് തരണേ? അശുമാമ എങ്ങനെയാ? അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് കുരുത്തക്കേട് കാണിക്കണം എന്നുള്ള രീതിയിൽ അവൻ പരതി നടക്കും. പിന്നെ ഒന്നും കിട്ടിയില്ല അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിരിക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്നാക്സോ അത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കും. അവൻ അനാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാൻ കുറച്ച് നേരം ടി വിയുടെ മുന്നിൽ അത് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്ക്രീനിങ് കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ലതല്ലെന്ന് പറഞ്ഞാൽ എന്നാലും കുറച്ച് നേരമൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. ടി വിയിലാണ് കൂടുതൽ അവനെ കാണിക്കാറുള്ളത് കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ സാധനം എടുത്ത് പുറത്തിട്ടിട്ട് പാത്രം എവിടെയെങ്കിലും കളഞ്ഞിട്ട് അവിടുന്ന് പിന്നെ പിറക്കി കഴിക്കും. അതാണ് അവന് ഇഷ്ടം. ഇവിടെ ഇട്ടിട്ടാണ് അടുത്ത് കഴിക്കുന്നേ. പാത്രം എന്തിയേ? മോന് കഴിക്കാൻ തന്ന പാത്രം എന്തിയേ? ദാ കിടക്കും. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ലഞ്ചിനുള്ളത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അവനിന്ന് സ്പെഷ്യൽ ഞാനൊരു മുട്ടയാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോഴേ ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ളതൊക്കെ ആയിട്ടുണ്ട്, അതായത് അവിയലും മീൻ വറുത്തതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റാമൂട്ടിന് ഞാനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മീൻമുട്ടയാണ്. മീൻമുട്ടയ്ക്കകത്ത് നമ്മൾ സവാള പിന്നെ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം റാമുട്ടൻ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചോളൂ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മീൻമുട്ട, അതായത് നമുക്ക് എപ്പോഴൊന്നും എന്നും കൊടുക്കാറില്ല, നമുക്കിത് കിട്ടുന്ന ടൈമിൽ ഇതാക്കി ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതിലാകെ ഇട്ടിട്ടുള്ളത് ഒരു സവാള, പിന്നെ ഒരു ഇഞ്ചി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ആവശ്യത്തിനുള്ള, പിന്നെ ഒരു തേങ്ങ തിരുമിയത്, ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതൊന്നും നന്നായി അനുസരിച്ചിട്ട് നമുക്ക് മുട്ട ഒന്നുകൂടെ ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്ത് ആ സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്തു. നമ്മുടെ ചോറ് കഴിക്കാൻ പോവാണോ? എന്തൊക്കെയാ കുഞ്ഞിന് ചോറ്? റൈസ്, അവിയല്, ഇതെന്ത്? ഫിഷ് മുട്ട. എന്ത്? ഫിഷ് എഗ്. എന്ത്? അമ്മ ചോറ് വരുത്തത്തെ വാവയ്ക്ക്. ആ വാ, നന്നായിട്ട് തുറക്കടാ. അവിയലോ? ക്യാരറ്റ് തരട്ടെ കുഞ്ഞിന്, ക്യാരറ്റ്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് റാമോട്ടിനെ എങ്ങനെയെങ്കിലും ഉറക്കാന്നുള്ളതാ. ഉറക്കം എണ്ണിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, ഞാൻ കൂടുതൽ കുറുക്കൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഡിന്നർ അവന് ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് അവനെ ഭയങ്കര നിർബന്ധമായിരുന്നു ഉറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അത് റാമൂട്ടൻ രാവിലെ എണ്ണിക്കുന്നതിൻ്റെ പോലെയൊക്കെ ഇരിക്കും, അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും, അതിൽ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു മോള് ജോലിയൊന്നും നോക്കുന്നില്ലേ, ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ ശരിക്കും ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. ഇതൊരു വലിയ ജോലിയാണല്ലോ. അപ്പോൾ പക്ഷെ നമ്മളിനി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജോബ് ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, വേറെ ജോബ് നോക്കണം. ഇപ്പോഴേ എന്തായാലും ഇല്ല. കുഞ്ഞിനെ അതായത് നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്താലല്ലേ നമുക്ക് മറ്റൊന്ന്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.